അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വർഗീയതയൊന്നുമല്ല ഇത്. ഫാസിസ്റ്റ് വിരുദ്ധ, ഫാസിസ്റ്റ് ചായയുള്ള മുദ്രാവാക്യവുമല്ല. അല്ലാഹു വലിയവനാണ് എന്ന് പറഞ്ഞതാണ്. അതിപ്പോൾ പറയുന്നതുകൊണ്ട് ദോഷവുമില്ല. കാരണം അല്ലാഹുവിനെ വിളിക്കാൻ പറഞ്ഞത് നമ്മുടെ ഡൊണാൾഡ് ട്രംപാണ്. നിങ്ങൾ അല്ലാഹുവിനെ വിളിച്ചുകൊള്ളൂ, നിങ്ങൾക്ക് വരാൻ പോകുന്നത് കാളരാത്രികളാണ്, അതുകൊണ്ട് ഇനി നിങ്ങൾ അല്ലാഹുവിനെ വിളിച്ചുകൊള്ളൂ എന്ന് മാത്രമല്ല, ആ ആ ആ എന്താണ് പറയുന്ന വാക്ക് പറയാൻ പറ്റത്തില്ല. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതാണെങ്കിലും ചാനലുകാരതിനെ കാണിക്കുന്നത് F****** എന്നാണ്. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ആവശ്യപ്പെട്ട ആ ട്രൂത്ത് സോഷ്യലിലെ ആ സന്ദേശം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ ഈ സന്ദേശം വളരെ ക്ലിയറാണ്. എ ഹോൾ സിവിലൈസേഷൻ വിൽ ഡൈ ടുനൈറ്റ്, നെവർ ടു ബി ബ്രോട്ട് ബാക്ക് അഗെയിൻ. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ടു ഹാപ്പൻ, but it probably will. However, now that we have complete and a total regime change, where different, smarter and less radicalized minds prevail, maybe something revolutionary wonderful can happen. Who knows? We will find out tonight. One of the most important moments in the long and complex history of the world. 47 years of extortion, corruption and death will finally end. God bless the great people of Iran. ഇറാൻ്റെ സംസ്കൃതി ആകെ ഇന്ന് രാത്രി മരിച്ച് മണ്ണടിഞ്ഞില്ലാതാകും. രാത്രി ഏതാണ്ട് ഒരു 1:30 മണി വരെ ആ മണ്ണടിയുന്ന നിമിഷത്തിന് ഈ ഭൂമിയിൽ സാക്ഷിയാവാൻ, ആ ശപിക്കപ്പെട്ട നിമിഷം സംഭവിക്കുമോ എന്നറിയാൻ കാത്തിരുന്നു. 1:30 ആയിട്ടും സംഭവിക്കുന്നില്ല. അല്പനേരമൊന്ന് മയങ്ങി ചാടി എഴുന്നേറ്റപ്പോൾ കാണുന്നത് സീസ് ഫയറാണ്, വെടിനിർത്തലാണ്. ഒന്നും പോയില്ല. കണ്ണ് തിരുമ്മി ഞാൻ നോക്കി പല രീതിയിൽ ഇറാൻ അവിടെ ഉണ്ടോ എന്ന്, ഭൂപടത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടോ എന്ന്. ഹുസൈൻ സലഫി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ചീഞ്ഞളിഞ്ഞ ഷിയായിസം അങ്ങ് ഇല്ലാതായോ എന്ന്. എന്നിട്ടൊന്നും ഇല്ലാതായില്ല. അതെല്ലാം അവിടെ തന്നെയുണ്ട്. ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല, 14 ദിവസത്തെ വെടിനിർത്തലും പ്രഖ്യാപിച്ചു. ട്രംപേ, അല്ലാഹു വലിയവനാണ്. അല്ലാഹു ദൈവം ഉടേ തമ്പുരാൻ വലിയവനാണ്. നിന്നെപ്പോലെയുള്ള എത്ര ഭരണാധികാരികൾ എവിടെയെല്ലാം പിടിച്ച് കുലുക്കാൻ ശ്രമിച്ച് ഈ പ്രപഞ്ചത്തിലൂടെ കടന്നുപോയി. വല്ലതും കുലുങ്ങിയോ? ഒരു പൂട അനങ്ങിയോ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു ശരീരമായിട്ട് കണ്ടാൽ അതിലെ ഒരു രോമത്തെ ചലിപ്പിക്കാൻ നിന്നെക്കാൾ വലിയ അധികാരവും പ്രതാപവും ഒക്കെ ഉള്ള ആളുകൾക്ക് കഴിഞ്ഞില്ല. പിന്നല്ലേ 80-ാം വയസ്സിൽ ഓർമ്മയില്ലാതെ, ഇരിക്കാൻ കഴിയാതെ, മുട്ടുമടക്കാൻ കഴിയാതെ നിന്നെപ്പോലെയുള്ളവന് ലോകത്തുനിന്നൊരു സംസ്കൃതിയൊക്കെ അങ്ങ് തുടച്ച് നീക്കി ഇല്ലാതാക്കി കളയും എന്നൊക്കെ പറഞ്ഞാൽ അത് ചിലപ്പോൾ കുറച്ച് പേരൊക്കെ കേൾക്കും. അന്ന് പറഞ്ഞതുപോലെ ആസിന് മുത്തം വെക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ആരെങ്കിലും കേട്ടെന്നിരിക്കും. അതുകൊണ്ട് അവിടെ ഉണ്ട് ഇറാൻ. ഒരു പരിക്കും കൂടാതെ അവിടെ തന്നെയുണ്ട്.